നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. നമ്മൾ എല്ലാത്തരം റിസൾട്ടും ആഘോഷിക്കുന്നവരാണ്, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലുള്ളവർ. അതിനകത്ത് 10ാം ക്ലാസ് താഴോട്ടല്ല, 9ാം ക്ലാസ്, 8ാം ക്ലാസ്, 7ാം ക്ലാസ്, LKG മുതലുള്ള എല്ലാ റിസൾട്ടും നമ്മൾ ആഘോഷിക്കും. 10ാം ക്ലാസ് മുതൽ വളരെ ആഘോഷങ്ങൾ വളരെ കൂടുതലാണ്. +1 ആഘോഷിക്കും, +2 ആഘോഷിക്കും, പിന്നെ അങ്ങോട്ട് മുന്നോട്ടുള്ള എല്ലാം ആഘോഷിക്കും. ഒരെണ്ണം മാത്രം ഒറ്റ മനുഷ്യ ആഘോഷിക്കാറില്ല, അല്ലെങ്കിൽ ഒരു സന്തോഷിക്കാറില്ല, ഒരു വീഡിയോ ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും കേരളത്തിൽ ഇങ്ങനൊരു വീഡിയോ വരുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് പെട്ടെന്ന് ഇതൊരു വീഡിയോ ആണ്, എല്ലാ കുട്ടികളും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഇഷ്ടം പോലെ കുട്ടികൾ നമുക്ക് ഉൾപ്പെടുത്താനുണ്ട്. പക്ഷേ ഉള്ളവരെ വെച്ച് പെട്ടെന്നൊരു വീഡിയോ, ഒരു ഫോട്ടോസ് തയ്യാറാക്കി പെട്ടെന്നൊരു വീഡിയോ തയ്യാറാക്കിയത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതൊരു ചരിത്രമാണ്. +2 സെയിം ഈ കുട്ടികൾ, ഈ മിന്നി മറഞ്ഞു പോകുന്ന കുട്ടികൾ നിങ്ങൾ കാണുന്ന ഏറ്റവും ഉത്തമ ഉദാഹരണങ്ങളാണ്. ഇവരെ കണ്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഇതിനകത്ത് 4ഉം 5ഉം കൊല്ലം മുമ്പ് സബ്ജക്റ്റുകൾ പോയിട്ട് 5 താഴെ മാർക്ക് മേടിച്ചിട്ട് ഇപ്പം 45ഉം അല്ലെങ്കിൽ ഡബിൾ പാസ് മാർക്ക് കൂടുതൽ മേടിച്ചവരുണ്ട്. കഴിഞ്ഞ വർഷം +2 ഫെയിലായിട്ട്, അത് കൊമേഴ്സ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ, ഇതിനകത്ത് ഞാൻ പേരെടുത്ത് പറയാത്തത് അത് ശരിയാകത്തില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇതിനകത്ത് 2ഉം 3ഉം മാർക്ക് മേടിച്ചവർ A+ ആക്കിയിട്ടുള്ളവരുണ്ട്. ഇത് എപ്പോഴും കുറ്റം പറയേണ്ടവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞത് ഫോട്ടോ എവിഡൻസോടുകൂടി കാണിച്ചേക്കുന്നത് അതുകൊണ്ടാണ്. ഈ കുഞ്ഞുങ്ങളെല്ലാം അവരോട് കഷ്ടപ്പെട്ടിട്ടാണ് അധ്യാപനം എന്നുള്ള രീതിയിൽ നമ്മൾ അധ്യാപകരെല്ലാം കഷ്ടപ്പെടുകയും അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യും. ഒരിക്കലും നമ്മളൊരു അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എല്ലാ അധ്യാപകരും അങ്ങനെ തന്നെ മനസ്സിൽ വിചാരിക്കുന്നത് ഞാൻ 100% അങ്ങനെ വിചാരിക്കുന്നു. കാരണം ഒരു കുഞ്ഞുങ്ങളും തോക്കരുത്. തോറ്റ കുഞ്ഞുങ്ങളെ ജയിപ്പിച്ചെടുക്കുന്നതാണ് ഏറ്റവും വലിയ മിടുക്കെന്ന് ഞാൻ കരുതുന്നു. ബാക്കിയുള്ളതെല്ലാം മിടുക്കാണ്, എല്ലാ അധ്യാപകരുടെ കഴിവുകളാണ്. പക്ഷേ തോറ്റ കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പഠിത്തത്തിൽ വീക്കായിട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ഗംഭീര വിജയത്തിലേക്ക് എത്തിക്കുക. ഇത് നമ്മുടെ പല ഗ്രൂപ്പുകളിൽ, എല്ലാ ഗ്രൂപ്പുകളിലും ഗംഭീര വിജയം നേടിയ കുട്ടികളാണ്. അതിനകത്തൊരു 10-11 ഫോട്ടോസ് പോലും നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ്, അതിനുള്ള സമയവും സംഭവങ്ങളൊന്നും നമുക്കില്ല. പിന്നെ ഒരു ദിവസം നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോക്കകത്ത് എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം ഇതാണ്. തോൽവി എപ്പോഴും നമ്മൾ മോട്ടിവേഷൻ പറയും, തോൽവി വിജയത്തിന്റെ ചവിട്ടുപടിയാണ്. അത് ചെയ്ത് കാണിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇവരല്ല. ഇവരാണ് ഞാൻ ഇന്നേ വരെ കണ്ടതിൽ ഏറ്റവും വലിയ ഹീറോസ്. ഇവരാണ്, ഈ കുഞ്ഞുങ്ങളാണ് ഞാൻ കണ്ട വലിയ ഹീറോസ്. കാരണം ഇവരെ പോലെ ആയിരിക്കണം. കാരണം തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മാറി വേറൊരു കോഴ്സിന് പോവുമോ അല്ലെങ്കിൽ വേറൊരു ഇതാവല്ല. ഞങ്ങൾ +2 എഴുതി എടുക്കും എന്ന് ഉറപ്പിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ വേറൊരു സംഭവങ്ങളില്ല. ഇത് എഴുതി എടുത്തിരിക്കണം. അതിന് കൃത്യമായിട്ടുള്ള കോച്ചിങ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതോ ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഓഫ്ലൈൻ അല്ല എങ്ങനെ പഠിപ്പിക്കും. ഓഫ്ലൈൻ 21 കൊല്ലമായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപനാണ്. ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും കൃത്യമായിട്ട് ക്ലാസ്സുകൾ മനസ്സിലാക്കി കുട്ടികൾക്ക് പറ്റിക്കാതെ നല്ല രീതിയിൽ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ ഏത് കുട്ടി അത് കണ്ട് പഠിച്ചിരിക്കും, അവർ ജയിച്ചിരിക്കും, നല്ല മാർക്ക് കിട്ടിയിരിക്കും, ഇതുപോലെ ഗംഭീര റിസൾട്ട് കിട്ടിയിരിക്കും. ഇതിനകത്ത് എത്രയോ കുട്ടികൾ എനിക്ക് എടുത്തെടുത്ത് പേര് പറയാം. ഒറ്റ മാർക്ക് കിട്ടിയ കുട്ടി 53 മാർക്ക് മേടിച്ചിട്ടുണ്ട് ഫിസിക്സിന്. 7 മാർക്ക് കിട്ടിയ ഒരു പയ്യൻ മാത്സിന് 56 മാർക്ക് മേടിച്ചിട്ടുണ്ട്. ഫുൾ മാർക്കിനെക്കാട്ടി വലിയ വലുപ്പമായിട്ട് ഞാൻ ഇതിനെ കരുതും. അന്നേരം പറയാനുള്ളത്, ഇപ്പം +2ൽ ഒരുപാട് കുട്ടികൾ വീണ്ടും ഫെയിലായിട്ടുണ്ട്. നിങ്ങൾ മനസ്സ് വിചാരിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഏറ്റവും ടോപ്പ് റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഡബിൾ പാസ് മാർക്ക് കൂടുതൽ ഈസി ആയിട്ട് മാർക്ക് മേടിക്കാം. നമ്മുടെ ഓൺലൈൻ ബാച്ചസിൽ ചേരേണ്ടവർക്ക് ചേരാം. ഞാൻ ഒരിക്കലും ഒരു കോഴ്സിനും ഫോഴ്സ് കൊടുക്കാത്തൊരു അധ്യാപകരാണ്. നിങ്ങൾക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ആണ്, നിങ്ങൾക്ക് ഏത് സമയം കാണാം. ഒരു കോഴ്സിൻ്റെ കൂടെ പോയി പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തു, വേണമെങ്കിൽ 1 വർഷം നിങ്ങൾക്ക് മിസ്സാകത്തില്ല. ഒരു കോഴ്സ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പഠിക്കാം. റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് ഒരു ദിവസം അരമണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ നിങ്ങളുടെ +2 നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് കൊമേഴ്സുകാരായാലും ഹ്യൂമാനിറ്റീസുകാരായാലും സയൻസുകാരായാലും എല്ലാ സ്ട്രീമിലുള്ളവർക്ക് മെയിനായിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അന്നേരം നിങ്ങൾ ഉറപ്പായിട്ടും വിജയത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾ വന്നിരിക്കണം. +2 നിങ്ങൾ എഴുതിയെടുത്തിരിക്കണമെന്ന് വളരെ ആഗ്രഹിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. അങ്ങനെ അധ്യാപകർ, നമ്മുടെ ഒരു അധ്യാപക സമൂഹം അതിനുവേണ്ടി ശരിക്കും നമ്മുടെ കൂട്ടത്തിലുള്ള സുഹൃത്ത് അധ്യാപകർ ശരിക്കും കഷ്ടപ്പെടുന്നവരാണ്. കുഞ്ഞുങ്ങൾ അതിനെക്കാട്ടി കഷ്ടപ്പെട്ടിട്ടാണ് ഈ റിസൾട്ട് കിട്ടുന്നത്. അന്നേരം നിങ്ങളിപ്പം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എനിക്ക് 10,000-കണക്കിന് മെസ്സേജ് ആയിരിക്കും വന്നിരിക്കുന്നത്. ഒരു മെസ്സേജിൽ എനിക്കൊന്നും 1-2 മെസ്സേജുകൾക്കോ അല്ലെങ്കിൽ 10 മെസ്സേജുകൾ ഞാൻ റിപ്ലൈ ചെയ്തേക്കുന്നത്. കാരണം ഫുള്ള് ക്ലാസ്സുകളാണ്. നാളെ ഒരുമാതിരിപ്പെട്ട മെസ്സേജുകൾക്കെല്ലാം ഞാൻ റിപ്ലൈ തരും. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, തിങ്കളാഴ്ച നമ്മൾ 8:30 മുമ്പേ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. തിങ്കളാഴ്ച, അതായത് 15-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അത് കൃത്യമായി ഓർഡറിൽ
കൃത്യമായിട്ട് ഓർഡറിൽ ചേരുന്ന കുട്ടികളെ ആയിരിക്കും നമ്മളന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും എല്ലാം പുത്തൻ ബാച്ചസ് ഉണ്ടായിരിക്കും. ഏത് കുട്ടികൾക്കും നിങ്ങൾക്ക് ജയിക്കണം എന്ന് മനസ്സുണ്ടെങ്കിൽ, ഏത് വിഷയം ആയിക്കോട്ടെ, ജയിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സുണ്ടോ, നിങ്ങൾ മാഷിനെ കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. അന്നേരം നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, +1 ആണെങ്കിൽ നിങ്ങൾ +1 സേ ഏതൊക്കെ സബ്ജക്ട്സ് എന്ന് വ്യക്തമായി കൊടുക്കണം. +2 സേ ആണെങ്കിൽ ഏത് സബ്ജക്റ്റ്, ഏത് വിങ് ആയിക്കോട്ടെ, സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ആയിക്കോട്ടെ, നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. എല്ലാ വിഷയങ്ങൾക്കും ഗംഭീര അധ്യാപകരുടെ നല്ല ഗംഭീര ക്ലാസ്സുകളും ഇമ്പോർട്ടൻ്റ് വീഡിയോ ക്ലാസ്സുകളും സിമ്പിളായിട്ടുള്ള നോട്ട്സും എല്ലാം കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, കുറ്റം പറയുന്നവർ, ഇപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് കുറ്റം പറയുന്നവർ എന്നും കുറ്റം പറഞ്ഞിട്ടിരിക്കും. അതൊരു ശീലം. പക്ഷേ വിജയിക്കുന്നവർ എന്നും വിജയിക്കൊണ്ടിരിക്കുക, അധികം സംസാരിക്കത്തുമില്ല. അന്നേരം ഈ വീഡിയോ ചെയ്തത്, ഇങ്ങനൊരു വീഡിയോ ഇതാ ഫസ്റ്റ് ആയിരിക്കും. ഫസ്റ്റ് ടൈം ഇൻ ദി ഹിസ്റ്ററി, ചരിത്രത്തിൽ, കേരളത്തിൽ, എനിക്ക് ബാക്കിയുള്ള എല്ലായിടത്തും പോയി ലോകത്തിലെ ആണെന്നൊന്നും എനിക്കറിയത്തില്ല, ഇവിടെ കേരളത്തിലെ ആദ്യമായിട്ടായിരിക്കും. അന്നേരം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇനിയും ഒരു പ്രചോദനമാകട്ടെ. തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല, ജയിച്ച് കയറിയിരിക്കും. അന്നേരം ഇപ്പം പോയിട്ടുള്ളവരുടെ കുട്ടികൾക്ക് പോലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചേരാം. താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ട് ചേരാം. നിങ്ങളെ ജയിപ്പിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. പറയുന്ന പോലെ കേട്ടാൽ മാത്രം മതി. അന്നേരം അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു 15-ാം തീയതി. നിങ്ങൾ മെസ്സേജ് ഇട്ടുക. നാളെ മാക്സിമം റിപ്ലൈ ചെയ്യാൻ നോക്കും. ഉറപ്പായിട്ടും ഇന്ന് റിപ്ലൈ ചെയ്തില്ലെന്ന് വേണ്ട. എനിക്ക് ഫുള്ള് ക്ലാസ് ശനിയാഴ്ചയൊക്കെ ഫുള്ള് ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും ഒക്കെ ഉള്ള അധ്യാപകനാണ്. അതുകൊണ്ട് എൻട്രൻസ് ക്ലാസ്സുകളൊക്കെ പാതിരാത്രിയാകും തീരുമാനം. അന്നേരം നിങ്ങൾ എന്നെ കോൾ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. കോൾ ചെയ്തൊന്നും എടുക്കാൻ പറ്റത്തില്ല. എന്നിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യുന്ന കട്ടായി പോകും. മനസ്സിലായോ? നമുക്ക് സ്റ്റാഫുകളുണ്ടെങ്കിൽ എല്ലാം ചെയ്യുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ്. സ്റ്റാഫുകളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കാറില്ല. അന്നേരം നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യുക. മെസ്സേജ് അയക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സാപ്പ് നമ്പറും ഏതാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങൾ ചരിത്രത്തിൽ വരുമെന്നുള്ളത് സംശയം വേണ്ട. അത് 100% ഗ്യാരണ്ടി കേട്ടാ. അത് മാഷ് ഉറപ്പ് വരുത്. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഈ കുട്ടികൾക്ക് ഒരിക്കൽ കൂടി പവർഫുൾ. ഇങ്ങനെ ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. പക്ഷേ ഞാൻ ഫോട്ടോ എനിക്കിട്ട് എപ്പോഴും അത് ഒറ്റ ദിവസം കൊണ്ട് അത് ഡിസൈൻ ചെയ്യാൻ എന്തായാലും എഡിറ്റർമാർക്ക് അത് പറ്റത്തില്ല. ഫോട്ടോ ഇടാത്ത കുഞ്ഞുങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ആ ഫോട്ടോ ആയിട്ട് ഗംഭീരമായിട്ടൊരു വീഡിയോ ഫുള്ളി എന്തായാലും നമുക്ക് വരുന്നതായിരിക്കും. നെവർ എവർ ഗീവ് അപ്പ്.